പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യാതൊരു സൈഡ് എഫക്റ്റോ ഇല്ലാതെ കെമിക്കലൊന്നും അടങ്ങാതെ മുടിവേരുകളെ പൂർണ്ണമായിട്ടും കറുപ്പിച്ചെടുക്കാൻ പറ്റുന്ന നല്ലൊരു നാച്ചുറൽ ഹെയർ ഡൈ ആണ് ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഷെയർ ചെയ്യുന്നത്. നമുക്കറിയാം, പണ്ട് കാലത്ത് ചെമ്പരത്തി പൂവും ചെമ്പരത്തി ഇലയൊക്കെ നമ്മൾ ധാരാളമായിട്ട് മുടി കഴുകാനൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പണ്ടുള്ളവർക്ക് പെട്ടെന്നൊന്നും നര കണ്ടുവരാറുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നത്തെ കാലത്ത് ചെറിയ പ്രായത്തിൽ തന്നെ നര കണ്ടുവരാറുണ്ട്. അതെങ്ങനെ തടയാം എന്നതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഷെയർ ചെയ്യുന്നത്. ഇത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട് യാതൊരുവിധ സൈഡ് എഫക്റ്റും ഉണ്ടായിരിക്കുന്നതല്ല. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ള 5 ഇതൾ ഉള്ള ചെമ്പരത്തിപ്പൂവാണ്. ഒരു 5 എണ്ണം ചെമ്പരത്തിപ്പൂവ് ഞാൻ ഇതുപോലെ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ഒരു കൂട്ട് മുടി കൊഴിച്ചിൽ മാറാനും അതുപോലെ താരൻ്റെ ശല്യമുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കി കിട്ടാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. മാത്രമല്ല, ഒരു 50 വയസ്സൊക്കെ വരെ നമ്മുടെ ഒരു മുടി പോലും കറക്കാതിരിക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു ഹെയർ ഡൈ നമുക്ക് ഹെൽപ്പ് ചെയ്യും. അതുപോലെ കെമിക്കൽ ഡൈ ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ മുടിയൊക്കെ നല്ലപോലെ കേടുപാടുകൾ പറ്റിയിട്ടുണ്ടാവും. അതൊക്കെ മാറ്റിയെടുക്കാനും ഈ ഒരു കൂട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനിത് ചെമ്പരത്തി പൂവ് മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. കറിവേപ്പില മുടിവേരുകളെ ശക്തിപ്പെടുത്തുകയും അതുപോലെ അകാല നര തടയുന്നതിനും മുടി കൊഴിച്ചിൽ മാറുന്നതിനും മുടി നല്ല ബ്ലാക്ക് കളറോട് കൂടി കട്ടിയായിട്ട് വളരുന്നതിനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. പണ്ട് മുതലേ നമ്മൾ ഇത് എണ്ണ കാച്ചിയും അല്ലാതെയും ഒക്കെ യൂസ് ചെയ്യുന്ന ഒന്നാണ് കറിവേപ്പില. അതുപോലെ തന്നെ ചെമ്പരത്തി പൂവും ചെമ്പരത്തി ഇലയും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് മുടിക്ക്. ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് ചെമ്പരത്തി ഇല കൂടെ ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ചെമ്പരത്തിയിൽ അടങ്ങിയിരിക്കുന്ന അമിനോ ആസിഡുകൾ മുടിവേരുകളെ ശക്തിപ്പെടുത്തുകയും അത് മുടി നല്ലപോലെ വളരുന്നതിന് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്ന ഒന്നാണ്. ഇതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സിയും മറ്റ് പോഷകങ്ങളും മുടിക്ക് നല്ല തിളക്കവും മൃദുത്വവും നൽകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. കൂടാതെ സ്വാഭാവികമായ കളർ നിലനിർത്തി അകാല നര തടയുന്നതിനും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. പൂവിൻ്റെ കൂടെ ഒരു പിടി അളവോളം കറിവേപ്പിലയും ചെമ്പരത്തി ഇലയും എടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ ഒന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കണം. അരിഞ്ഞു വരുന്നില്ലെങ്കിൽ ഒരു 1/4 ഗ്ലാസ് അളവ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പേസ്റ്റാക്കി എടുക്കാവുന്നതാണ്. ഇവിടെ ഇതുപോലെ നല്ല പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പൾപ്പ് മാത്രമായിട്ട് അരിച്ചെടുക്കാവുന്നതാണ് ഒരു കോട്ടൺ തുണിയിൽ വെച്ച്. അതല്ല, നല്ലപോലെ പേസ്റ്റാക്കി എടുക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇതുപോലെ തന്നെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇത് അരിച്ചെടുക്കുന്നൊന്നുമില്ല. വെക്കുന്നതിന് മുന്നേ നല്ലൊരു താളിയായിട്ട് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഹെയർ ഡൈ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഹെന്ന പൗഡറാണ്. ഞാനിവിടെ ബ്ലാക്ക് ഹെന്നയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് സാധാരണ ഹെന്ന വേണമെങ്കിലും എടുക്കാം, അല്ലെങ്കിൽ ബ്ലാക്ക് ഹെന്ന കയ്യിലുണ്ടെങ്കിൽ അത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഏത് ഹെന്ന എടുക്കുകയാണെങ്കിലും നല്ല ബ്രാൻഡിൻ്റെ മാത്രം എടുക്കുക, എന്നെങ്കിൽ മാത്രമേ സൈഡ് എഫക്റ്റ് ഒന്നുമില്ലാതെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. ഹെന്ന എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി മുടിക്കൊരു ഡാർക്ക് ബ്ലാക്ക് കളറ് കിട്ടുന്നതാണ്. അപ്പോൾ അതിനകത്തേക്ക് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന കൂട്ടും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് മിക്സ് ചെയ്യാനായിട്ട് ചായവെള്ളം ഉപയോഗിക്കാം, അല്ലെങ്കിൽ കാപ്പി വെള്ളം, കഞ്ഞിവെള്ളം, ഇവയിൽ ഏതെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് തന്നെയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു കൂട്ട് നമുക്ക് മണിക്കൂറുകളോളം വെച്ച് അതിന് ശേഷം തലയിൽ തേക്കേണ്ട ആവശ്യമൊന്നുമില്ല. കൂട്ട് നമ്മൾ മിക്സ് ആക്കിയ ഉടനെ തന്നെ നമുക്ക് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നതുമാണ്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. ഇതിലൊക്കെ അടങ്ങിയിട്ടുള്ള ഹെയർ ഡൈ യൂസ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം വെച്ചിട്ട് ഇതൊന്ന് ചെയ്ത് നോക്കുക. പിന്നീട് മാസത്തിൽ ഒരു പ്രാവശ്യം ചെയ്താൽ മതിയായിരിക്കും. 1 മാസം വരെ കളർ നിൽക്കുന്നതുമായിരിക്കും കേട്ടോ. വേണമെങ്കിൽ ഈ കൂട്ട് 1 മണിക്കൂർ നേരമൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടും തേച്ച് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ കൂട്ട് തയ്യാറാക്കിയ പാടെ തന്നെ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാറാണ് പതിവ്. തലയിൽ തേച്ച് കൊടുക്കുന്നതിന് മുന്നേ തലയിൽ ഒട്ടും തന്നെ എണ്ണമയം ഉണ്ടായിരിക്കാൻ പാടില്ല. നല്ല ഷാമ്പു ചെയ്ത് ക്ലിയർ ആക്കിയ മുടിയിലേക്ക് വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ, എന്നെങ്കിൽ മാത്രമേ കളറ് നല്ലപോലെ മുടിയിൽ പിടിക്കുകയുള്ളൂ. തലയിൽ വെച്ചിരുന്നതിന് ശേഷം മാക്സിമം ഒരു 2 മണിക്കൂറെങ്കിലും അത് മുടിയിൽ തന്നെ വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിനുശേഷം വാഷ് ചെയ്ത് കളയാവുന്നതാണ്. മാക്സിമം ഒരു 2 ദിവസത്തേക്കെങ്കിലും മുടി കഴുകുമ്പോൾ ഷാമ്പു ഉപയോഗിക്കാൻ പാടില്ല, എന്നെങ്കിൽ മാത്രമേ ആ കളറ് നിലനിൽക്കുകയുള്ളൂ. ഒരു കൂട്ട് നമ്മൾ കണ്ടിന്യൂ ആയിട്ട് തേച്ച് കൊടുക്കുകയാണെങ്കിൽ മുടിയുടെ സ്വാഭാവികമായിട്ടുള്ള കളർ നിലനിർത്തി അകാല നിര തടയാൻ വേണ്ടി പറ്റുന്നതാണ്. ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ ടിപ്സ് എല്ലാവർക്കും ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും അതുപോലെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.
അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.